ஐயோ மணி என்னவா உள்ள வாங்க உட்காருங்க നീ ഇരിക്കെ. நான் இங்க நினைக்கிறேன். ഞാൻ വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. പണ്ട് കേരളത്തിൽ വെച്ച് തൂക്കുകയർ ഉറപ്പായ ഒരു കേസിൽ നിന്നും എന്നെ രക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറ്റിവിട്ട ഒരാളുണ്ട്, രാജേന്ദ്ര ബാബു. അദ്ദേഹം ഇപ്പോ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറാ. അദ്ദേഹത്തിന് നിന്റെ ഒരു സഹായം വേണം. ഞാൻ വാക്ക് കൊടുത്തു. மணியனே, நான் உங்ககிட்ட எத்தனை வாட்டி சொல்லிருக்கேன், தமிழ்ல பேசுங்க. വേണ്ട. எனக்கு മലയാളം ரொம்ப ഇഷ്ടം. நானும் அதே மாதிரி. ஐ வெரி லைக் இங்கிலீஷ். சொல்லுங்க. അയാളുടെ മകളെ സ്ഥിരമായിട്ട് ശല്യം ചെയ്യുന്ന ഒരുത്തൻ അവനങ്ങ് തീർത്ത് കളയണം. ഇതാണ് അവന്റെ ഫോട്ടോ. This boy is a very beautiful. കൊല്ലപ്പുറം മാട്ടുമേലെ എന്നെ ചിമ്പതി. ചുമ്മാ ഒരു പേച്ചിക്ക് ചൊന്നെ. ഡീൽ അമൗണ്ട് 50 lakhs, 25 lakhs അഡ്വാൻസ്. நான் உங்ககிட்ட காசு. ജോലി ചെയ്യുന്നവർക്ക് പ്രതിഫലം കിട്ടണം, മനസ്സിലായോ? நான் போக்கிரிதான். ஆனா நாயத்தை மீறி எதையும் செய்ய மாட்டேன். உங்களை நம்பி வாங்கிக்கிறேன். யுவர்ஸ் ஃபெய்த்ஃபுல்லி ராஜா. എന്നാ പിന്നെ ഞാൻ വരട്ടെ. சரிங்க. കൃഷ്ണൻ പറഞ്ഞ വിവരങ്ങൾ വെച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടി. ഇതിന്റെ ഇടയിൽ ഒരുപാട് കേട്ടു മധുരൈ രാജയുടെ വിശേഷങ്ങൾ. ബഹുകേമം. ജീവിതത്തിൽ ഇന്നേ വരെ നേരായ വഴിയിലേ ഞാൻ പോയിട്ടുള്ളൂ. ഒരു ഗുണ്ടയുടെ സഹായം തേടേണ്ട ഗതികളുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്കൊരു സഹായം ആവശ്യമുണ്ട്. കുന്നത്ത് മാധവൻ മാഷിന്റെ ഇളയ മകൻ സൂര്യ അവരുടെ ചതിയിൽപ്പെട്ടിരിക്കുകയാണ്. രക്ഷിക്കണം. ഈ പ്രതാപത്തിനനുസരിച്ച തുകയൊന്നും ഈ പാവം മാധവൻ മാഷിന്റെ ഇല്ല. 50,000 രൂപയുണ്ട്. അഡ്വാൻസ് ആയിട്ടിരിക്കട്ടെ. തുക കുറഞ്ഞു പോയതുകൊണ്ട് സഹായിക്കാതിരിക്കരുത്. വിശ്വസിച്ച് ചെല്ലാൻ വേറൊരിടമില്ലാത്തത് കൊണ്ട് വന്നുപോയതാണ്. ഇതിലവന്റെ ഫോട്ടോയുണ്ട്. കൃഷ്ണ, ഞാൻ പതുക്കാന്നാ പോരെ? പോരാ. എനിക്ക് ഒറ്റയ്ക്ക് ഭയങ്കര പേടിയാ. എന്താന്നറിയില്ല, വല്ലാത്തൊരു ഭയം. ₹50,000 பிச்சை காசு. இங்க ராஜாண்ணாவை பத்தி அவங்க என்ன நினைச்சிட்டு இருக்க? நமக்கு கொட்டேஷன் வேண்டாண்ணா. அது சரியாவில்லை. இந்த 50,000 எனக்கு 50,000 கோடி. That going man and I are small relation. ரிலேஷன்னா மாமனா மச்சானா? மானம் கட்டவனே. He is a father of me. அவர் எனக்கு அப்பாடா. ரெண்டு பேரும் ஒரே ஆள் தானே? அப்ப மணியண்ணனை தெட்டி. எர்ணாகுளம் கமிஷனரான வில்லன். ஒரு பக்கம் அப்பா, இன்னொரு பக்கம் மணி. மணியோட வார்த்தையை மீற முடியாது. இப்போ என்ன செய்யலாம்? கிளம்புங்க. ராஜയുടെ കളി ഇനി കേരളത്തിൽ. മധുരയിൽ ഗുണ്ട ഇറക്കി നമ്മൾ രണ്ടുപേരും കൂടി സൂര്യ കൊന്നതാണെന്ന് നാളെ പുറലോകം അറിഞ്ഞ എങ്ങനെ പുറലോകം അറിയും മഹീന്ദ്ര? എന്റെ ബുദ്ധി പോലീസിന്റെ. സൂര്യയെ ലോക്കപ്പിലിട്ട് കൊല്ലാനുള്ള വഴിയാണ് ഞാനിപ്പോ ആ തമിഴ് ഗുണ്ടയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. കൊന്നു കഴിയുമ്പോ അവനെ കൈയോടെ പോലീസ് അറസ്റ്റ് ചെയ്യും. പിന്നെ അവൻ ഈ പുറംലോകം കാണില്ല. നമ്മളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഒരു തെളിവ് അവന് ഉണ്ടാക്കാനും കഴിയില്ല. ഈ ലോകത്ത് ഏത് ഗുണ്ടയ്ക്കാടാ ബുദ്ധിയുള്ളത്? ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഈ പണിക്ക് ഇറങ്ങുമായിരുന്നു. Hello, I'm Rajendra Babu, IPS. I am a Raja IPS. IPS? Yes, IPS.
ഇന്ത്യൻ പോക്കിരി സർവീസ്. இது வந்து மிஸ்டர் மஹேந்திரன் சன் ஆஃப் ஹோம் மினிஸ்டர். அப்பப்பா, ஹோம் மினிஸ்டர் பையனா? Glad to meet you. Photo take. இந்த ஸ்மார்ட் பாய் தானே உங்க எதிரி? ஸ்மார்ட் அல்ல, ஓவர் ஸ்மார்ட். அது வந்து இந்த பையனுக்கு உங்களுக்கு தமிழ் பேசுறதுக்கு பிரச்சனை என்ன? ஆமா. இங்கிலீஷ்ல பேசுங்க. இந்த மாதிரி சீரியஸ் மேட்டர் எல்லாம் பேசுறதுக்கு இங்கிலீஷ் தான் நல்லது. That's right. சின்ன சின்ன தப்பு இருந்தா கூட பரவாயில்ல, நான் ஒத்துக்கிறேன். பேசுங்க, தைரியமா பேசுங்க. Okay. This is Surya and now he's under police custody. I want you to kill him. Yes, Maniannan told. Rasa, you do. I said yes, I do. Yes, I do. ഇയാളത് ഏത് ഭാഷയെ പറയുന്നത്? தெரியாதா இங்கிலீஷ்? அண்ணன் மதுராவில் 5 பெரிய டியூட்டோரியல் காலேஜ் வச்சிருக்கு சார். எல்லாத்துக்கும் இவரு தான் பிரின்சிபல். இங்கிலீஷ் பெரிய நாலேஜ். ஆமா, என்ன செய்ய முடியும்? இங்கிலீஷ்லயே பேசி பழக்கமாய் போச்சு. ஆனா நீங்க மலையாளி தான் இல்லையா? அதே. ஆமா, நானும் மலையாளி தான். ஐ மலையாளி, யூ மலையாளி. We are Malayalis. What a story. എന്താ കഥ? എന്നാ പിന്നെ മലയാളത്തിൽ സംസാരിച്ചാ പോരെ? ഇംഗ്ലീഷ് ആയിരുന്നു സുഖം. ആനാ ഇവർ ഫ്ലുവന്റ് അല്ലെന്നാ என்ன பண்ண முடியும்? Continue. Okay, come to the point. Keep. സൂര്യയെ കൊല്ലാൻ ഞാനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം എന്റെ പോലീസ് രാജയെ അറസ്റ്റ് ചെയ്യും. ചുമ്മാ പ്ലാൻ. ചൊല്ലുങ്ക. ആദ്യം ഞാൻ രാജയെ അറസ്റ്റ് ചെയ്ത് സൂര്യ കിടക്കുന്ന ലോക്കപ്പിലിടുന്നു. ലോക്കപ്പിൽ വെച്ച് നിങ്ങൾ അവനെ കൊല്ലുന്നു. ലോക്കപ്പിൽ കിടക്കുന്ന പ്രതികൾ തമ്മിൽ സംഘടന. ഒരു പ്രതി മറ്റേ പ്രതിയെ കൊല്ലുന്നു. ദാറ്റ്സ് ഓൾ. സാർ, യുവർ ഐഡിയാസ് ആർ വെരി നൈസ്, ബട്ട് നോട്ട് വാക്കിംഗ്. നടക്കില്ല. ഐ നോട്ട് ഡു. ഞാൻ ചെയ്യില്ല. കാര്യം നടന്നു കഴിയുമ്പോ നിങ്ങൾ എന്നെ ആ കൊലക്കേസിൽ പ്രതിയാക്കി സെൻട്രൽ ജയിലിൽ അടച്ചാലോ? ഐ ആം എ വെരി ക്ലവർ. ബുദ്ധിയുള്ള ഗുണ്ടകളെ നിങ്ങൾ കണ്ടിട്ടില്ല. മിസ്റ്റർ കമ്മീഷണർ, ഐ ടെൽ ലൈക്ക് യു ഡു. ഞാൻ പറയും, അതുപോലെ നിങ്ങൾ ചെയ്യും. അവന്റെ പേരിലുള്ള കേസ് പിൻവലിച്ച് അവനെ പുറത്തിറക്കി ഞാൻ പറയുന്ന സ്ഥലത്ത് അവനെ എത്തിക്കാം. ബാക്കി ആയിടും. അതല്ല, അത് ശരിയല്ല. ராஜா என்ன செய்யறதான் சொல்லுவார், சொல்றத மட்டும் தான் செய்வார். അളിയനിപ്പോ വല്ല കണ്ടകശനിയാണ്. ആണല്ലോ. എന്റെ പെങ്ങളെ കെട്ടി ഒരു ദുർഗുണൻ കുടുംബത്തോട്ട് വന്ന് കേറിയപ്പോ മുതൽ എനിക്ക് കണ്ടകശനിയാ. അങ്ങനെ പറയരുത്, ഞാൻ പാവം. അങ്ങനെയുള്ള ചെറ്റകളെ എന്തിനു വീട്ടിൽ വെച്ചോണ്ടിരിക്കണം? കൈയും കാലും തല്ലി ഒടിച്ച് പട്ടിണി കിട്ട് കൊല്ലണം. മിസ്റ്റർ മനോഹരൻ മംഗളോദയം, താങ്കൾ വെറുതെ കാട് കയറണ്ട. അളിയൻ പറഞ്ഞ ആ കൂറ ഞാനാണ്. ശരി, ഈ അളിയൻ വന്ന കാര്യം പറ. എന്തായി എന്റെ ജാമ്യം? ഇനി എന്റെ ആവശ്യമില്ല. അളിയന് വെറുതെ വിടാൻ പോകുന്നു. അളിയന്റെ പേരിൽ ചാർജ് ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും പോലീസ് പിൻവലിച്ചു. സത്യം. എന്തിന്? അളിയനെ അറസ്റ്റ് ചെയ്തതായി പോലും ഈ സ്റ്റേഷനിൽ ഒരു രേഖയില്ല. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്റെ വാക്കാണ്. അത് ലോ ക്ലാസുകൾ ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഹൈ ക്ലാസുകൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. അളിയനെ തട്ടിക്കളയാൻ ആ കമ്മീഷണർ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഭീകരനെ ഇറക്കിയതായിട്ട് ഞാൻ അറിഞ്ഞു. ചില ഡൂക്കിലി പോലീസുകാരെ പോലെ അല്ല ഗുണ്ടകൾ. അവർ വാങ്ങിച്ച കാശിന് ജോലി ചെയ്യും. എന്റെ ഗുണ്ടാക്കുരു ഉണ്ടായിരുന്ന നോവൽ വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തരാം. നിന്റെ ഉണ്ടം കുഞ്ഞമ്മേരെ 28. നാളെ അളിയനെ കോടതിയിലേക്കാണെന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറക്കും. പക്ഷെ കൊണ്ടുപോകുന്നത് വഴിയരികിൽ കാത്തു നിൽക്കുന്ന കൊലയാളിയുടെ മുന്നിലേക്കായിരിക്കും. അയാൾ അളിയനെ തട്ടും. നിനക്കെന്ത് പറ്റിയടേ? എന്റെ ചെകുത്താനെ സ്നേഹിച്ച മാലാഹ ഇന്റർവെല്ല് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് ചെകുത്താൻ കൊല്ലപ്പെട്ടാൽ ഈ എന്റെ മാലാഹ വഴിപിഴച്ചു പോകും. അരുത്, ഒരു ട്വിസ്റ്റ് അനിവാര്യമാണ്. എന്റെ ഹീറോയെ കൊല്ലരുത് പ്ലീസ്. മനോഹര, ഞാൻ മരിക്കണമെങ്കിൽ അതിന് ഈശ്വരൻ കുറിക്കണം. അല്ലാതെ തമിഴ്നാടിന് കെട്ടിയെടുക്കുന്ന ഒരു ഗുണ്ട വിചാരിച്ച സൂര്യ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല.
ടെനേഷ്യസ് ബോഡിയാണല്ലോ. ഇത് വെറുതെ അടികൊണ്ട് പഴിപ്പിക്കണോ? തമിഴ്നാട്ടിൽ നിന്നൊരു ഗുണ്ട കെട്ടിയെടുക്കുന്നു പറഞ്ഞപ്പോ ഇത്ര ഗ്ലാമർ പ്രതീക്ഷില്ല. ഈ സൗന്ദര്യം വെറുതെ വെടക്കാക്കണോ? വെരി കറേജ്, നോ ഫിയർ. ഭയപ്പെടമാട്ടെ. ഭീരുക്കൾ 1000 തവണ മരിക്കും, ഭീരുക്കൾ 1000 തവണ മരിക്കും. ധീരന് മരണം ഒരു തവണയേ ഉള്ളൂ. ധീരന് മരണം ഒരു തവണയേ ഉള്ളൂ. തല്ലാൻ വരുന്നവനെ തല്ലണം, കൊല്ലാൻ വരുന്നവനെ കൊല്ലണം. തല്ലാൻ വരുന്നവനെ തല്ലണം, കൊല്ലാൻ വരുന്നവനെ കൊല്ലണം. അത് ഈ രാജയുടെ ഒരു പോളിസിയാ. I came to escape you. എന്താ? ഞാൻ നിന്നെ രക്ഷിക്കാനാ വന്നത്. നിന്റെ ശത്രുവിന്റെ കൊട്ടേഷനാണ് ഞാൻ ആദ്യം ഏറ്റത്. കൊട്ടേഷൻ ഏറ്റാ പിന്നെ സ്വന്തം തന്തയാണെങ്കിൽ പോലും പിന്മാറാൻ പാടില്ലെന്നാ എന്റെ ആശ മണിയണ്ടന്റെ നിയമം. അല്ലെങ്കിൽ ഏൽപ്പിച്ചവൻ പിന്മാറണം. ഇവന്മാർ എന്താണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എടാ, അത് ഈ അടിക്കാണെങ്കിലും ഒരു സ്റ്റാർട്ട് കിട്ടണ്ടേ, ഒരു ബിൽഡപ്പ്. അതാ ആ കമ്മീഷൻ പിന്മാറണമെങ്കിൽ നീ എന്നെ തോൽപ്പിക്കണം. ഒരു നാടകം, എ ഡ്രാമ. യു ബീറ്റ് മീ. എടാ ബീറ്ററാ. ചേട്ടാ, ഞാൻ എടാ അടിക്ക. നിന്നോട് ഞാൻ ആക്ട് ചെയ്യാനല്ലേ പറഞ്ഞത്? ഇതാണോ ആക്ടിങ്? ഇതൊരുമാതിരി ഒടുക്കത്തെ അടിയായി പോലെടാ. ചുമ്മാ മസിലും പരിപ്പിച്ചോണ്ട് നടന്നാ പോരാ. ആക്ടിങ് കം ഓൺ ഫേസ്. അഭിനയം മുഖത്ത് വരണം. എക്സ്പ്രഷൻസ് കണ്ടോ? ഞാൻ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏട്ടാ. ഏട്ടന്റെ എത്ര ആകുമ്പോ ഞാൻ ഓസ്കാർ വാങ്ങിക്കും, ഓസ്കാർ. പേടിക്കണ്ട, ഇതിലുണ്ടയില്ല. ഈ തോക്ക് നല്ല സ്റ്റൈൽ കാണിച്ച് പിടിച്ചു മേടിച്ചിട്ട് 2 ഡയലോഗ്സ് അടിച്ചിട്ട് ഗോ. അതിപ്പോ ഞാൻ താൻ എന്താണോ വിചാരിച്ചത്? തമിഴ്നാട്ടിൽ നിന്ന് ഒരു തോക്കും കുറെ ഇന്നോവ കാറുമായിട്ട് അങ്ങ് കെട്ടിയെടുത്താ ഞാനങ്ങ് വരണ്ടു പോകുന്നു. സ്വന്തം തോക്കിന്റെ ഉണ്ട നെഞ്ചത്തോട്ട് കയറണ്ടെങ്കിൽ വന്ന വഴിയെ വിട്ടോ പോരെ. സ്ലോ മോഷൻ. ആക്ടിംഗ് ആയാലും അനിയനായാലും അണ്ണൻ തോൽക്കും ഞങ്ങൾ ഫാൻസിന് സഹിക്കില്ല. ഞാൻ തോക്ക് മരിക്കും വരെ രാജാ താണ്ട. ഇവിടെ ഇപ്പൊ ഈ കളിയിൽ ജയിച്ചത് ഞാനാ. ഇനി കണ്ടോ കളിയുടെ അടിയുടെ ഇടിയുടെ വെടിപൂരം. മധുര രാജ, ഉഗാണ്ട യൂണിവേഴ്സിറ്റി, അവന്റെ അമ്മയുടെ ഇംഗ്ലീഷ്, ഇതിലും എത്ര ഭേദമായിരുന്നു നമ്മുടെ പോലീസുകാര്. അവന്റെ ഒരു വശം തളർത്തിയിട്ട് തന്നെ. ഇതിപ്പോ ആയുധമില്ലാത്ത ശത്രുവിന് വെറുതെ ആയുധം കൊടുത്ത് വിട്ടതുപോലെ. വരുന്നുണ്ട് തോറ്റു തുന്നം പാടിയ തമിഴ് പടം. മന്നിക്കണം തലവരെ, മന്നിക്കണം. അവന്റെ തോക്കിന്റെ മുമ്പിൽ ഞാനൊന്ന് പതറിപ്പോയി. സാരമില്ല, ഐ വൺ മോർ ട്രൈ ഡു. താൻ ഇനി ട്രൈ ചെയ്യണ്ട. ആ മണിയണ്ണന്റെ വാക്ക് വിശ്വസിച്ച തന്നെ ഞാനിവിടെ വരുത്തിയത്. മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരുത്. അപ്പൊ കൊട്ടേഷൻ അതൊക്കെ എപ്പോഴേ പിൻവലിച്ചു. വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്റെ മണിയണ്ണനോട്. പിൻവലിച്ചു. വേലുവണ്ണ, ഇവരുടെ മാത്തമാറ്റിക്സ് സെറ്റിൽ ചെയ്ത്. മാത്തമാറ്റിക്സോ? കണക്ക് ജീൻസും ബനിയനോട്ട് നടന്നാ പോരാ. സ്റ്റഡി ഇംഗ്ലീഷ്. ഗിവ്. இந்தா நீங்க கொடுத்த அட்வான்ஸ். இதோட நம்ம கணக்கு முடிஞ்சு போச்சு. യുവർ വൈഫ് ഇതുപോലൊരു ഐറ്റത്തിനെ വീട്ടിൽ വെച്ചോണ്ടാണോ ഇവനെ പോലെയുള്ളവനെയൊക്കെ വിളിച്ച് കുടുംബത്ത് കയറ്റുന്നത്? പണി എപ്പ കിട്ടിയെന്ന് ചോദിച്ചാ മതി. Highly inflammable.
ഡോക്ടർ അശ്വതി? അവള് ഡോക്ടറൊന്നുമല്ല. അയ്യോ, ഡോക്ടർ അല്ല, ഡോട്ടർ, ഡോട്ടർ. മോൾ, മോൾ, മോൾ. IPS ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇംഗ്ലീഷിൽ ക്നോളജ് വേണം, ക്നോളജ്. ഇയാള് ചെല്ല്. ഒന്ന് അടങ്ങാശാനെ. ഐ ആസ്ക്, ഐ സ്പീക്ക്. അശ്വതിക്ക് അവനെ ഇഷ്ടമാണോ, ആ സൂര്യ? ഫിയർ നോ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഒരു കൊട്ടേഷൻ തന്നാ മതി, നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം. ഗീവ് കൊട്ടേഷൻ, യുവർ മാരേജ് ഐ വോക്ക്. സമ്മതിച്ചു. ആ കുട്ടി കൊട്ടേഷൻ തന്നു, പക്ഷെ അഡ്വാൻസ് വാങ്ങിക്കാതെ നമ്മൾ എങ്ങനെ വർക്ക് ഏറ്റെടുക്കും? അഡ്വാൻസ് താങ്ക് യു സാർ, താങ്ക് യു. സാരമില്ല സാറേ, സ്വന്തം ഡോക്ടർക്ക് വേണ്ടിയല്ലേ. ഈ കാര്യത്തിൽ കമ്മീഷണർക്ക് എന്നെ വിശ്വസിച്ച് കാശ് ഏൽപ്പിക്കും. സൂര്യയുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തി കൊടുക്കും, നടത്തി കൊടുത്തിരിക്കും. ராஜா சொல்றதான் செய்வான், செய்யறது மட்டும்தான் சொல்லுவான். ഞാൻ രാജ, അവൻ സൂര്യ. ഞങ്ങൾ രണ്ടല്ല, ഒന്നാ. ഒരൊറ്റ തന്തയ്ക്ക് പിറന്ന മക്കൾ, എന്റെ സ്വന്തം അനിയൻ. ഇവിടെ ഒരു യുദ്ധം തുടങ്ങാൻ. ഇന്ത്യൻ പോലീസ് സർവീസും ഇന്ത്യൻ പോക്കരി സർവീസും തമ്മിലുള്ള വാർ. IPS war.